പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ 13-ാമത്തെ പുസ്തകമാണ് 1 ദിനവൃത്താന്തം. അധ്യായങ്ങൾ 29, വാക്യങ്ങൾ 942, ചരിത്രപരമായ വാക്യങ്ങൾ 927, പ്രവചനപരമായ വാക്യങ്ങൾ 15, മുന്നറിയിപ്പുകൾ 30, ആജ്ഞകൾ 53, ചോദ്യങ്ങൾ 19, വാഗ്ദാനങ്ങൾ 9, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 8. എബ്രായ ബൈബിളിൽ 1ഉം 2ഉം ദിനവൃത്താന്തങ്ങൾ ഒറ്റ പുസ്തകമാണ്. തുകൽ ചുരുളുകളാക്കി സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യത്തെ പ്രതി സെപ്റ്റുവജിന്റ് ഭാഷാന്തരക്കാരാണ് ഇത് രണ്ടായി തിരിച്ചത്. അത് പിന്നീട് മറ്റുള്ളവർ അംഗീകരിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം മുതൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വരെ വിവരിച്ചിട്ടുള്ള യഹൂദ ചരിത്രത്തിന്റെ ഭിന്ന വീക്ഷണത്തോടെയുള്ള ഒരു പുനരാവിഷ്കരണമാണ് ദിനവൃത്താന്ത പുസ്തകം. എന്നാൽ പൗരോഹിത്യ വീക്ഷണത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ദൈവാലയ ശുശ്രൂഷകൾക്കും ലേവ്യരുടെ സേവനങ്ങൾക്കും കൂടുതൽ ഊന്നൽ ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ചരിത്രം വിവരിക്കുമ്പോൾ ദിനവൃത്താന്തത്തിൽ ദാവീദിൽ നിന്നുത്ഭവിച്ച യഹൂദ രാജവംശത്തിന്റെ മാത്രം ചരിത്രമാണ് ഇതിൽ നൽകുന്നത്. ദാവീദിന്റെയും ശലോമോന്റെയും ജീവിതത്തിലെ ഇരുളടഞ്ഞ ചില സംഭവങ്ങൾ ദിനവൃത്താന്തത്തിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ബത്ശേബയുമായുള്ള ദാവീദിന്റെ പാപം ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദാവീദ് ദൈവമുമ്പാകെ അനുതപിച്ചപ്പോൾ യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് നാഥാൻ പറയുകയുണ്ടായി. അത് 2 ശമൂവേൽ 12:13 പറയുന്നു. ദൈവം ക്ഷമിച്ച പാപം വീണ്ടും രേഖപ്പെടുത്തുന്നത് ഉചിതമായിരിക്കില്ല എന്ന് ദിനവൃത്താന്തത്തിന്റെ ഗ്രന്ഥകാരൻ വിചാരിച്ചു കാണും. പഴയ നിയമ പുസ്തകങ്ങളിൽ ഒടുവിലായി എഴുതപ്പെട്ടതാണ് ദിനവൃത്താന്തങ്ങൾ എന്ന് പൊതുവെ കരുതിപ്പോരുന്നു. എബ്രായ ബൈബിളിൽ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന ശീർഷകം ഡിബരെ ഹയ്യാമീം എന്നാണ്. പ്രതിദിന സംഭവങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ആകയാൽ ദിനവൃത്താന്തം എന്ന മലയാള നാമധേയം അനർത്ഥം തന്നെ. ചരിത്രപരമായ രേഖകളിൽ മറ്റൊന്നുമില്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 1. ദൈവാലയം പണിക്ക് വേണ്ടി ദാവീദ് ശേഖരിച്ച വിവിധ വസ്തുക്കൾ. 2. ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവിധ ജനവിഭാഗത്തെ ദാവീദ് വേർതിരിക്കുന്നത്. 3. ഇസ്രായേൽ ജനത്തോടും ശലോമോനോടുമുള്ള ദാവീദിന്റെ അന്തിമ പ്രബോധനം എന്നിവയാണവ. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ക്ഷമ, സ്നേഹം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ദൈവജനത്തെ വിശ്വാസത്തിലും അനുസരണത്തിലും ദൈവഭയത്തിലും ഉറപ്പിച്ചു നിർത്തുക എന്നതും യഹൂദ ചരിത്രത്തിന്റെ വ്യാഖ്യാനവും അവയുടെ സമകാലീന സാങ്കത്യവും കണ്ടെത്തുക എന്നതുമാണ് ദിനവൃത്താന്തകാരന്റെ ലക്ഷ്യം. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ എഴുതിയെന്നാണ് യഹൂദ പാരമ്പര്യം. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 458-നും 430-നും മധ്യേ. സ്ഥലം യെരുശലേമിൽ വച്ച്. കാലപരിധി ആദാമിന്റെ വംശാവലി രേഖ തുടങ്ങി ശലോമോൻ ഭരണം ആരംഭിക്കുന്നത് വരെയുള്ള ഏകദേശം 3034 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ആമേൻ.